ഒരു പ്രസിഡന്റ് ആവണവന്റെ ഹക്കെന്തിരെ കടമെന്തിരെ ഒരു പ്രസിഡന്റ് എങ്ങനത്തതാവണം ഇസ്ലാം എന്തിരെ ചൊല്ലു. ഇപ്പൊ ലറൂറത്തിലെ കാലി പോലെ ലറൂറത്തിലെ പ്രസിഡന്റ് ആയിട്ടേ ഉള്ളു. കാലി ഒറിജിനൽ കാലിയുടെ വിക്കുമെന്തിരെ മുജിത്തഹിതാവണം ഉണ്ടാ. യഥാർത്ഥത്തിൽ ഇന്നിപ്പോ പ്രസിഡന്റ് ആവണവണ് എങ്ങനത്തവണാവണോ ഇന്നിപ്പോ ലറൂറത്തിലെ പ്രസിഡന്റ് ആരും ഇല്ലാത്തേക്ക് 5 വോട്ട് വരെ ഇല്ലാത്തവൻ എന്തിനെ ചൊല്ലാറല്ലേ എന്താ വോട്ട് വരെ അതുപോലെ പ്രസിഡന്റ് ആക്കണം. യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ചെന്നെങ്കാര് ഇന്നമായ മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഇഖാമുസ് സലാം വഇതാഉസ് സകാ വലം യഖ്ശ ഇല്ലല്ലാഹ്. ഇതാണ് പ്രസിഡന്റ്. അല്ലാഹു ആ കൂട്ടത്തിൽ നിങ്ങൾ പ്രസിഡന്റ് ആക്കി തീർക്കട്ടെ. ആര് പ്രസിഡന്റ്? അല്ലാഹുവിൽ വിശ്വാസമുള്ള പ്രസിഡന്റ്. പടച്ചവൻ എത്രയാണ് കേൾക്കുമ്പോ ചൊല്ലണം? 1 2 പടച്ചവൻ 6 കേൾക്കുമ്പോ അയാൾ ചൊല്ലണു വജ്ജഹ്തു വജ്ഹിയ അല്ലദീ ഫതറ അസ്സമാവാതി വൽ ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഒരുത്തനെ, അവനുക്ക് കടപിടിക്കണത്തെ അവനുക്ക് സമായിട്ട് ഒരു ലോകത്തിൽ വരാനുള്ള. അജ്മീർ ഷേഖ് അല്ലാഹുവിന്റെ മോനാ ഒക്കാതാ? അജ്മീർ ഷേഖ് അല്ലാഹുവിന്റെ മോനാ? ഇങ്ങനത്തെ മുണ്ടുള്ള ബാബ സംശയ ആയിട്ടിക്ക് വന്ന ഇങ്ങനത്തെ മുണ്ടത്തെ പിന്നെ യൂസുഫ് വലിയുള്ളാഹി ഞങ്ങളെ കൂന്താപ്പുറത്ത് മറപ്പെട്ട് കിടക്കുന്ന അള്ളാന്റെ മോനല്ല, അള്ളാന്റെ മക്കൾ ഔലിയാക്കന്മാരല്ല. അങ്ങ് 6 അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ. അങ്ങനെയുള്ള വിശ്വാസമുള്ളങ്ങാണ് സുന്നത്ത് ജമാഅത്ത് അഹ്ലുകാർ. അങ്ങനെ മുട്ടുപോയിട്ട് സുജൂദ് ചെയ്യൽ ഹറാം, അങ്ങനെ തവാഫ് ചെയ്യൽ ഹറാം. മനസ്സിലായില്ലേ? അജ്മീർ ഷേഖ് ഇന്ത്യത്തെ രാജാവ് ചെന്ന് സുജൂദ് ചെയ്യോ പാടുണ്ട, ഹറാം. യൂസുഫ് വലിയുള്ളാന്റെ മക്ബറയിൽ പോയിട്ട് സുജൂദ് ചെയ്യൽ ഹറാം, തവാഫ് ആക്കണതും ഹറാം. അവിടെ നിങ്ങൾ ആക്കേണ്ടത് എന്തിര്? ഞങ്ങളെ വിഷയത്തിൽ നിങ്ങൾ പോയിട്ട് അജ്മീർ പോകേണ്ട എന്തിലേക്ക് നിങ്ങൾ നൂല് കൊണ്ടുപോകാം. എന്നല്ല അജ്മീർ പോയിന്നല്ല ഒക്കെ ഉസ്താദ് ഒരു കെട്ട് നൂലും ഒരു പുഷ്പരേഖ മൂത്രത്തെ കല്ലും എടുത്തോണ്ട് വന്ന ഹംക്കു എടുത്തോണ്ട് പറഞ്ഞല്ല. യഥാർത്ഥത്തിൽ അജ്മീർ ഷേഖിനെ മുട്ട നീ എന്തിക്ക് പോയിട്ടല്ല? ഉമ്മ കഴിച്ചില്ല, അബ്ബ കഴിച്ചില്ല, ഉസ്താദിനെ പിച്ചനാക്കില്ല, റായത്ത് കളക്കില്ല. ഓൺ അജ്മീറിനും പോയിട്ട് ആ അജ്മീർ ഷേഖ് അവന്റെ മുഖം നോക്കുവാ ചാര ഇങ്ങനെ മുന്നിൽ നോക്കുവാ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സാലിഹ്യങ്ങളെ മുട്ട ഉംറത്തുക്കും ഹജ്ജുക്കും നിങ്ങൾ പോകുമ്പോ ഉമ്മ കടിച്ചിട്ട് അപ്പ കടിച്ചിട്ട് പെഞ്ഞയിലെ ചവിട്ടിയിട്ട് മക്കളെ ദൂരത്താക്കിയിട്ട് ഉംറത്തുക്ക് ഹജ്ജുക്ക് സിയാറത്തുക്ക് പോയെങ്കിൽ അള്ളാഹു സ്വീകരിക്കല. അള്ളാഹു ഒരിക്കലും സ്വീകരിക്കല. സ്വീകരിക്കുക ഇങ്ങനെ മുണ്ടുള്ളവോ സ്വീകരിക്കുക ഇല്ല. അള്ളാഹു ഞങ്ങളെ ആ കൂട്ടത്തിലാക്കി തീർക്കണം. അപ്പൊ ഉമ്മ അബ്ബ മക്ക ലോകത്തെ മൂമിനീങ്ങ എല്ലാ പിരിച്ചുള്ളങ്ങാവണോ അവന്റെ മനസ്സിൽ. മൂമിനായവന്റെ മനസ്സ് എങ്ങനത്തെ മനസ്സാവണോ? ലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ബില്ലാസന്റെ ഉസ്താദ് അവസാനായിട്ട് ഒരു ദുആർക്കട ദുആ ഉണ്ട്. അത് എല്ലാവർക്കും കേൾക്കില്ല, ലാസ്റ്റിക്ക് പോയവണോ കേൾക്കില്ല. ജുമാഅത്ത് ഖുതുബത്തിന്റെ ഉസ്താദ് ദുആർക്കട റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ಅದರ ಅರ್ಥ ಎಂದರೆ ಗೊತ್ತುಂಟ? ಕುತುಬಡೆ ಲಾಸ್ಟ್ ಉಸ್ತಾದ್ ದ್ವಾರಕ್ಕಡ ದುವತ್ತೆ ಅರ್ಥ ನಂಗೆ ಮನಸ್ಸಿಲಾಕಿ ಬೇರೊಂದು ಬಂದಿಲ್ಲ. ಅಂಗಂಗ ದ್ವಾರದಂಗ ಮಯ್ಯಾವಲ್ಲ ಅಲ್ಲ, ಅಂಗಂಗ ದ್ವಾರದ ಮಯ್ಯಾವಲ್ಲ ಉಸ್ತಾದ್. ಉಸ್ತಾದ್ ರೊಟ್ಟಿದ್ದು ದ್ವಾರ ಪಟ್ರಿ
അങ്ങങ്ങോപ്പേണ്ട അങ്ങങ്ങാക്കിയ മയ്യാവല്ല പിന്നൊരുത്തർ ആക്കുവാട്ടെ പതിരിങ്ങളെ വിളിക്കേ മൗലതെന്തി ഓതുരേ കുത്തുബിയത്തെന്തി ആക്കടേ കേക്കടെ ചില വിവരദോഷങ്ങളുള്ള ബിൽഡിംഗ പടുജാഹിലിന്റെ വിഭാഗം അള്ളാഹു ഞങ്ങളെ ആ കൂട്ടത്തിലാക്കാതിരിക്കട്ടെ. ആ ചോദ്യം ഞങ്ങളെ മനസ്സിലെ പറകുത്തീറ. സുന്നത്ത് ജമാഅത്ത് എന്നെന്തരേ അതാണ് ഇസ്ലാം, ഒറിജിനൽ ഇസ്ലാം. അതിന്റെ വിരോധികളാണ് ആര്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. പേര് ചൊല്ലുന്ന അഗത്യമേ ഇല്ല. പല പേരിലും അറിയപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുള്ള അള്ളാഹു അങ്ങ് ഹിദായത്ത് കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ, അങ്ങനെ നല്ല ആക്കട്ടെ. വേറെ ആറുവല്ല ഞങ്ങളെ മോണു ഗൽബു പോയിടാ പോമത്ത് കുത്തുബിയത്താൽ എടുത്തിര് മൗലത് ഓട്ടിര് കുത്തുബിയത്ത് എടുത്തിര് ബർമ്പത്ത് വിട്ടോട്ട് വന്ന താടി താടി പാരിയോണ്ടുണ്ട് കാത്തുക്ക് പാരിയ പോലെ ജീവിതത്തിൽ അവൻ സമാക്കിയിട്ടില്ല. താടി ഭണ്ഡാരി ഷാപ്പിൽ പോയിട്ടേ ഇല്ല. താടി മുട്ട വിടല് കാത്താടിഞ്ഞോ അടിച്ചോണ്ടുണ്ടോ എന്തേ സുബ്ഹാനല്ലാഹ്. അവിടെ പോയിട്ട് നോക്കി വെള്ളമാണ്. അവിടെ എതിരില്ല, കുത്തുബിയത്തില്ല, സിയാറത്തില്ല, നേർച്ചയില്ല. കൂടെ ഈ മൈലാക്കന്മാർ കാസാക്കുക ആക്കിരല്ല. ഇതല്ല ഓൻ കേൾക്കില്ല ബാബ. കൂടെ അങ്ങനത്തെ കൗമില്ല. അള്ളാഹു കാക്കട്ടെ. ഉണ്ടാചാര ഉണ്ടാ ഇല്ല ഇല്ല. അള്ളാഹു കാക്കട്ടെ. പടച്ചിറപ്പ് കൂടെ ഈ രായത്തിൽ വരാതിരിക്കട്ടെ ആ മുസീബത്ത്. എന്ത് കാരണ? താടി വെക്കണോ എങ്ങനെ, മീസ വെക്കണോ എങ്ങനെ, താടി എങ്ങനെ വെക്കണോണ്ട് പഠിപ്പാട്ടെ ഇസ്ലാം. തലയിൽ മുടി വെച്ചെങ്കിലും മോനെ തലവാറണോ, നല്ല എണ്ണിട്ടിട്ട് ബോത്തലയിടണോ. സുബ്ഹാനല്ലാഹ്. ഒട്രാസി മുടി പൊടറല്ല. മുടി പൊടുമ്പത്തേക്കോ അഞ്ഞ കട്ടാക്കണ്ട, നല്ല ഒരുപോലെ ആക്കിട്ട് മുടി പൊടണോ. അവിടെ പാതി ഇവിടെ പാതി, ഡേഞ്ചർ കട്ട്, ഷേജർ കട്ട്, പിന്നെ പല പേരുണ്ട്. ഇപ്പൊ മുടി കട്ടിന്റെ പേരുള്ള സ്ലോപ്പ് കട്ട്, പിന്നെ കക്കൂസിന്റെ മുടി പോലത്തെ ഒരു കൂട്ടമുണ്ട്. കക്കൂസിന്റെ മുടി, കക്കൂസിന്റെ ബ്രസ് പോലത്തെ മുടി. ഈ സൈസിലെ മുടി വെച്ചിട്ട് നാണ് SSF മെമ്പർ ചെന്നാവാ അവലെ അള്ളാഹു കാക്കട്ടെ. ഇവിടെ അങ്ങനത്തെ മെമ്പർ ഇല്ല. SBS മെമ്പർ ചെന്നാവൂല്ല. മുസ്ലിം ജമാഅത്ത് ചെന്നാവൂല. ഇതെല്ലാം ഒന്നേപ്പ. മുസ്ലിം ജമാഅത്ത്, SYS, SSF ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന. അത് ആലിമീങ്ങൾ അംഗീകരിച്ച സംഘടന. ആറാ ആലിമ്? മഹാനായ താജുൽ ഉലമ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ശംസുൽ ഉലമ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. കന്യത്ത് ഉസ്താദ്, ബേക്കള ഉസ്താദ്, ഒസോട്ട് തങ്ങള്, ആ താഹിർ തങ്ങള്, നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അല്ലാഹു വരെ ബർക്കത്ത് ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ. അങ്ങ് കാട്ടിത്തന്ന ആ സംഘടന SSF, SYS കൂടുതൽ ഉസ്താദ്മാരാക്കിയൊന്നും അല്ല. അക്ക കൂടുതൽ ഉസ്താദ്മാർ കൊടുന്നേമാ എവിടെയെങ്കിലും അല്ല. 50 വർഷം ആയോണ്ട് അല്ലേ കർണാടക സ്റ്റേറ്റ് 50 വർഷ ജൂബിലി, സ്വർണ്ണ ജൂബിലി ആയോണ്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞു പോയിട്ട് 50 വർഷമായിട്ട് SSF, SYS എല്ലാം ആയോണ്ട്. പക്ഷേ ആ സംഘടനയിൽ ഞങ്ങൾ ചെറുപ്പക്കാരിക്കുമ്പോ ആ ചെറുപ്പക്കാരന് മനസ്സിലാക്കണം, അല്ലാഹ് നാണ് സുന്നത്ത് ജമാഅത്തിലെ ഒരു ചെറുപ്പക്കാരാ. നാ മുടി വെക്കുമ്പോ അവൻ ആലോചനാക്കണം, ഈ മുടി ഹലാല ഹറാമ. ഈ ചട്ടയുടെ മൊത്തം മനസ്സിലാക്കണം, ഈ ചട്ട ഹലാല ഹറാമ. നാണ് ചൊല്ല പലക്കത് അള്ളാഹു പൊരുത്തപ്പെടുവോ ഇല്ലേ മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ സംഘടനയിൽ ചേരേണ്ടത്. നിങ്ങൾ ദ്വാരക്കില്ലേ ഞങ്ങളെ മക്കളെ നല്ല സംഘടനയിൽ ചേർന്ന മക്കളാക്കണോ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളാക്കി തീർക്കട്ടെ. എന്നാമീഞ്ചല്ല അള്ളാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. എന്തേ നാളെ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ ഞങ്ങളെ മക്കായിട്ടിക്കണു. നാളെ ഖബർ കാണുമ്പോ യാ ബാപ്പാ അസ്സലാമു അലൈക്കും ചൊല്ലണമെങ്കിൽ ഇൽമുള്ള സുന്നത്ത് ജമാഅത്തിന് കിടാവായിട്ടിക്കണോ. ഇല്ലെങ്കിലാ ഗൾഫിൽ പോയിട്ട് ബർമ്പത്ത് കൊണ്ട് തിരിഞ്ഞിട്ടായി, തല തിരിഞ്ഞ മാത്രം എല്ലാം തിരിഞ്ഞിട്ടായി. അബ്ബ മുശ്രിക്ക് ചത്തുപോയിന്റെ ബാവാ മുളുതോദിക്ക്. യാ റബ്ബേ, അബ്ബ ബലത്തിയ ഉപ്പടെ ഗൾഫ് കടത്തിയ അബ്ബ സൂപ്പർ മാർക്കറ്റ് ആക്കി കൊടുത്ത ബാപ്പ മരിച്ചിട്ട് പോയിട്ടാകുമ്പോ ചൊന്ന പലക്ക് മകളെ മക്ക എന്നിരെ മുസ്ലിക്കായിട്ട് ചത്തുപോയിട്ടായാല്. അള്ളാഹു കാക്കുമാരാകട്ടെ. എന്തിന മുസ്ലിക്കായിട്ട് അയാള് അള്ളാരട്ടു വേറെ ആളെ കൂട്ടിയതല്ല.
പടച്ചവന്റെ മോണൂട്ട് മൊയ്തീൻ ശേഖിനെ ചൊന്നതല്ല, പടച്ചവന്റെ മോണൂട്ട് റിഫായി ശേഖിനെ ചൊന്നതല്ല. ആ മഹാനായ ബാപ്പ ചെയ്ഞ്ഞ പ്രവർത്തനം എന്തിരെ അങ്ങനെ പേൽ റാത്തീബ് നടത്തിയിട്ട്, ദഫ്റാത്തീബ് നടത്തിയിട്ട്, മഹദറത്തുൽ ബദരി നടത്തിയിട്ട്, ബദ്രീങ്ങളെ മൗലിദ് ഓതിയിട്ട്, റിഫായി ശേഖിനെ മൗലിദ് ഓതിയിട്ട്, റാത്തീബ് എടുത്തിട്ട് ആ ബാപ്പടെ പറ്റി ഇന്ന് ചെറുപ്പക്കാർ ചൊല്ല മുശ്രിക്കീങ്ങാണ്ടായെങ്കിൽ പടച്ച റബ്ബ് അങ്ങ് ഹിദായത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങളെ ജാഗ്രതയാക്കൂ. ഞങ്ങളെ പാലക്കാർ ഇപ്പൊ എവിടെയോടുമാ പോയോണ്ടുള്ളാറ്, ഞങ്ങളെ ചെറുപ്പക്കാർ എവിടെയോടുമാ എത്തിയോണ്ടുള്ളാറ്. ആ മക്കളെ നല്ല മക്കളാക്കണോ, ഇങ്ങനത്തെ സംഘടനയിൽ ചേർക്കണോ. SSFലും SYSലും സുന്നത്ത് ജമാഅത്തിന്റെ എന്ത് സംഘടന ഉണ്ടോ അതിൽ ചേർത്തിട്ട് നല്ല മക്കളാക്കണം. കാരണം നാളെ ഞങ്ങൾ മരിച്ചെങ്കിൽ ഞങ്ങളെ താടി കെട്ടകു അങ്ങമേ, ഞങ്ങളെ കുലിപ്പാട്ടകു അങ്ങമേ, ഞങ്ങളെ മയ്യത്ത് കട്ടിൽ ചുമന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് കബറിൽ എത്തുവാട്ടിട്ട് ആ കബറിനെ മുട്ട നിന്നിട്ട് മിൻഹാ ഖലഖനാകും വഫിഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. 3 പിടി മണ്ണിട്ടിട്ട് ബാപ്പയുടെ കബറെല്ലാം അവിടെ നിന്ന് മൂടിയിട്ട് അവിടെ ഒന്ന് തെച്ചിട്ട് തൽഖീൻ ഓതിയിട്ട് എന്നിട്ട് ബാപ്പയുടെ മറക്കാത്ത മക്കായിട്ടിക്കണു. ബാപ്പ മരിച്ചെങ്കിലും ആ ബാപ്പയുടെ പേര് എപ്പോഴും ഓർമ്മ വേണം ഞങ്ങളെ മക്കളില്. കബറ് കാണുമ്പോ അത് മാത്രല്ല, വർഷാകുമ്പോ തിങ്കളാകുമ്പോ എന്തെങ്കിലും ഒരു കാര്യമാകുമ്പോ മങ്ങിലത്തെ സമയത്തില് നല്ലൊരു ഗൾഫ് പോണ്ട സമയത്ത് ബാപ്പ ഒരു ഫാത്തിഹ ഓതിയിട്ട് ബാപ്പയുടെ പേരിൽ സദഖ കൊടുത്തിട്ട് നല്ല ദുആ എന്നിട്ട് നീ പോയേ, നിക്കല്ലാഹു ബർക്കത്ത് തരും മോനെ. അല്ലാഹ് ബാപ്പയുടെ മുശ്രിക്കാക്കിയിട്ട് ബാപ്പയുടെ ധിക്കരിച്ചിട്ട് ഉമ്മടെ ധിക്കരിച്ചിട്ട് മഹാന്മാരെ ധിക്കരിച്ചിട്ട് നീ പോയേ, നിനക്ക് എല്ലാം നഷ്ടമാണ്. പടച്ച റബ്ബ് ഞങ്ങളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു കാലഘട്ടത്തിൽ മാഷല്ലാ നുഈബു സമാനുനാ വൽ ഐബു ഫീനാ ഫമാലി സമാനാ ഐബുൻ സിവാനാ. ഞങ്ങൾ കാലഘട്ടത്തെ ദോഷം ചെല്ല തപ്പായിട്ടിക്കരുത്. കാലഘട്ടത്തിന്റെ മോശമല്ല, കാലഘട്ടത്തിലുള്ള ഞങ്ങളെ മോശമായിട്ടിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ സിയാറത്താക്കോ പോണ്ട, നിസ്കരിക്കോ പോണ്ട, ഞങ്ങളെ പെഞ്ഞായി നിസ്കരിച്ചിട്ടുള്ള ചിന്ത ഞങ്ങൾക്കില്ല. ഞങ്ങളെ മോള് നിസ്കരിച്ചിട്ട് ഞങ്ങൾ ചിന്തയില്ല. ഞങ്ങളെ മക്കളെ സ്കൂൾ കടത്തറ, ഹൈസ്കൂൾ കടത്തറ, കോളേജ് കടത്തറ. പക്ഷേ ഞങ്ങളെ മക്ക എവിടെ പോണ്ടാറ്, എവിടെ ദയിക്കടാറ്, ആരൊട്ടിക സവാസുള്ളാറിട്ടുള്ളത് ആലോചിക്കുക ഞങ്ങൾ സമയമില്ല. അവസാനം പിടിയാവിടും അല്ലാ. ഞങ്ങളെ മോളിന്നലെ ഒരുപാട് പെൺമക്ക കൂട്ടിയിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടുള്ളാറ്. പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ, പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ. ഞങ്ങളെ പെൺമക്കളോട് കൂടിയിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടുള്ളാറ്, ഗാഞ്ച വലിച്ചുകൊണ്ടുള്ളാറ്. അല്ലാ ഞങ്ങളെ ചെറുപ്പക്കാർ ഞങ്ങളെ മക്ക വഴി തെറ്റുകൊണ്ടുള്ളാറ്. പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്റെ ചെറുപ്പക്കാരെ, നിന്റെ ഉമ്മവാപ്പന്മാരെ മനസ്സിലാക്കണം. ഞങ്ങളെ മക്കളെ നല്ല സംഘടനയിൽ ചേർത്തിട്ട് നല്ല മക്കളാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടില്ലേ, ഒരു ഉമ്മ മാപ്പിള ഗൾഫിലുള്ള, പക്ഷേ ഉമ്മ ഗർഭിണിയായി പോയിട്ട്. മാപ്പിള ഗൾഫില് ഉമ്മ ഗർഭിണിയായി പോയിട്ട് യഥാർത്ഥത്തിൽ ഉമ്മ ഒരു തപ്പുമാക്കാത്ത ഉമ്മയായിട്ടിക്കട് പടച്ചിറപ്പുണ്ട്. പേടിയുള്ള ഉമ്മയായിട്ടിക്കടി എങ്ങനെ ഗർഭം ചുമന്നത്? ഉമ്മക്കും പിടിയില്ല. മാപ്പിള ചൊല്ലെ നാണവളെ ബന്ധപ്പെട്ടിട്ടില്ല. നാണ് ഗൾഫിൽ 2 വർഷമായിട്ട്. നല്ല പെഞ്ഞായി ഗർഭിണിയായെങ്കിൽ അതെ കാരണക്കാരാണ്ട് കണ്ടുപിടിക്കുറുണ്ട്. നോക്കുമ്പോ അല്ലാ
ಆರದು ಆಕ್ಯದ ಗೊಂತುಂಡ 6 ಗರ್ಭಿಣಿ ಆಕ್ಯದ ಗೊಂತುಂಡ സ്വന്തം മോണു എന്തേ ഗാഞ്ചം വലിച്ചിട്ട് ഔത്തുക്ക് പറയുമ്പോ ഉമ്മ കഞ്ഞി കുടിച്ചോണ്ടുണ്ടു. ഉമ്മ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോ ഓണ് ഗാഞ്ചത്തിനെ പോലെ തെല്ല് പൊടിയായി കിട്ടിട്ട് ഉമ്മയുടെ കഞ്ഞില് മിക്സാക്കി കൊടുത്തപ്പോ ഉമ്മ കഞ്ഞി കുടിച്ചിട്ട് ബോധമില്ലാണ്ട് പൂണ്ടപ്പോ സ്വന്തം ഉമ്മനെ മോണു അതാ വ്യഭിചാരം ചെയ്ഞ്ഞു പോയാ. ആ മോന്റെ കാരണമായിട്ടാണ് ഗർഭമുണ്ടായത്. പിന്നെ മനസ്സിലായിത്തു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ജാഗ്രതയാക്കൂ. ഞങ്ങളെ മക്കളെ പിറവത്തൊരു കണ്ണ് വേണോ. സ്കൂല് വിട്ടിട്ട് പറയുമ്പോ ചീല ഒന്ന് ചക്കാക്കണോ. ഏതെല്ലാം ചീലയിലുണ്ട് ബുക്ക് മാത്രമാ, ഗാഞ്ച ഉണ്ടാ, അഫീനുണ്ടാ, ഒന്ന് ചക്കാക്കണോ. മാത്രല്ല ഞങ്ങളെ ഉമ്മമാരെ ജാവിടി മൊബൈൽ യൂസാക്കളെ മക്കൾക്കുമ്പോ മക്കളെ പിറവത്തൊരു കണ്ണ് വേണോ. അങ്ങ് എന്തികായിട്ടാ മൊബൈൽ യൂസാക്കണേ. നല്ല കാര്യത്തിക ಬೆಡക്ക് കാര്യത്തികാണ്ട് ഞങ്ങൾ ചിന്തനാക്കണോ. കാരണ ഞങ്ങൾ നാളെ മഹ്ശറിൽ എത്തുമ്പോ പടച്ച റബ്ബുടെ മുന്നിലെത്തുമ്പോ അതേ മക്ക ഗാഞ്ച വലിച്ച മക്ക ഞങ്ങ ഗാഞ്ചത്തിലെ ആളല്ല, ഞങ്ങൾ നിസ്കാരത്തെ ആള്, ദിക്റിന്റെ ആള്, ഞങ്ങൾ എല്ലാത്തെ നല്ല നല്ല ആള്. പക്ഷേ മക്ക പെടക്കായിട്ടാകുമ്പോ നരകത്ത് വലിച്ചെറിയുമ്പോ അള്ളറട്ടു ചൊല്ല മക്ക എന്തിനെ കൊത്തുണ്ട റബ്ബനാരിനല്ലതീൻ. പടച്ചറപ്പേ നിന്റെ ബാപ്പ ഉമ്മടെ ഒന്ന് കാട്ടിത്താളാം. അവല്ല കേക്കണ എന്തിക്ക് മോനെ ആ ബാപ്പടെ ഉമ്മടെ നെഞ്ഞില് പത്തിട്ട് നക്കൊന്നു ദയിക്കണോ അല്ലാ. ഞങ്ങളെ തെരുത്തപ്പാട്ടിയ ഞങ്ങളെ ഉമ്മപ്പയാണ്. ഞങ്ങൾ ഗാഞ്ച വലിക്കൂ, വ്യഭിചാരിയാവൂ, കള്ളു കുടിക്കൂ. കാരണക്കാരനായ നിന്റെ ബാപ്പടെ ഉമ്മടെ നെഞ്ഞിക്ക് പത്തിട്ട് പടച്ച റബ്ബേ നിന്റെ കാലും യാരെ ശിക്ഷ നിന്റെ അപ്പക്കും ഉമ്മക്കും നീ കൊടുക്കണൂട്ടാ. മക്ക ചൊല്ലുമ്പോ ഞങ്ങൾ വിരല് കടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ദുനിയാവിൽ ഞങ്ങളെ മക്കളെ വളർത്തും പോലെ വളർത്തണോ, പോറ്റും പോലെ പോറ്റണോ. ഇണ്ട് ഏതുവരെ സുന്നത്ത് ജമാഅത്തിലെ വിരോധികൾ ചൊന്നുകൊണ്ടുള്ളാറ് ഒരു കിടാവ് ലോകത്തേക്ക് വരുമ്പോ ആ കിടാവിടെ നല്ലാക്കുക വേണ്ടിട്ട്, ആ കിടാവ് അള്ളാഹുവിനെ മനസ്സിലാക്കുക വേണ്ടിട്ട് പണ്ട് കാലത്തിലെല്ലാം പെറ്റ ഉടനെ ഒരു ബാങ്കും ഇഖാമത്ത് കൊടുത്തോണ്ടിരുന്നാറ്. പക്ഷേ ഇന്ന് സുന്നത്ത് ജമാഅത്തിലെ വിരോധികളായ ഒരു കൂട്ടം ചൊല്ലെന്തിരെ കൊത്തുണ്ട്. അത് വെറുതെ അത് വേണോട്ടില്ല. അല്ലാഹു ഞങ്ങളെ കാക്കുമാരാകട്ടെ. പണ്ട് ഉമ്മപ്പടെ ഒരു കൽപ്പന എടുത്തിട്ട് ഒരു കിടാവ് പെത്തപാട് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുക. അതാണു സ്വലാത്തി മയ്യത്തിനൽ ഇഖാമ തഖദ്ദമ യൗമ മൗലിദിനാ അലാമാ. ഒരു കിടാവിടെ പെത്ത ഉടനെ ബാങ്കും ഇഖാമത്ത് കൊടുക്കുന്നൊരു അടയാളന്തിരെ കൊണ്ടുണ്ട മോനെ നിക്ക് ബാങ്കും ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടു. ഇനി ബാക്കിയുള്ളത് നിസ്കാരം മാത്ര. അത് ഏത് നിസ്കാര? മയ്യത്ത് നിസ്കാര. ചൊല്ലൊരു നിസ്കാരം നിക്ക് ബാക്കിയുണ്ടു. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഏതുവരെ ഇന്ന് ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ബാലക്കാരെയും പേപ്പിക്കുക വേണ്ടിട്ട് ചെറുതപ്പാട്ടൊക്കെ വേണ്ടി പ്രവർത്തിക്കുമ്പോ ഞങ്ങളെ ഉസ്താദന്മാർ എഴുന്നേൽക്കണോ. ഞങ്ങളെ ബാലക്കാർക്ക് ക്ലാസ് വേണോ. ഞങ്ങളെ ബാലക്കാർക്ക് എപ്പോഴും ക്ലാസ് വേണോ. ആഴ്ച കൊറുക്ക തിങ്കൾ കൊറുക്കമയ്യാവലെ 4 സുബഹി നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ഉറുസത്തുണ്ടാ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ഹദീസെങ്കിലും ഞങ്ങൾ പഠിക്കണം. എൻ്റെ മുഅ്മിനീങ്ങളെ ഓരോ വിഷയത്തിലും സംശയമുള്ള വിഷയം ഉസ്താദിലോട്ട് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണോ. ഇണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു ആദത്തില്ല. അന്യന്യ ഞങ്ങൾ ചർച്ച ഒക്കല അവണ് ചൊന്നളവോ ഇന്നലെ ചൊന്നത് സമല്ലേ സുബ എന്ത് സമ. ഞങ്ങൾക്കെതിരെപ്പെട്ട ഒരു ചർച്ചയിൽ ഒരു ആലിമിനോട്ട് ഞങ്ങൾ കേട്ടില്ല. സാധാരണക്കാരൻ ചൊല്ലൊരു വളക്ക
ഒരു ആലിമു ചൊല്ലാത്ത പൽക്കാണ് അവൻ ചൊല്ലിട്ട് അള്ളാഹു ഞങ്ങളെ കാക്കുമാറാകട്ടെ. ആരത്? നാലാമണോപ്പടു ജാഹിലാനവനില്ല, അവൻ ജാഹിലാനെന്നുള്ളതും അവനില്ല. അവനോടടുക്കല്ല ഹബീബേ പൊടോ, കഴുതക്ക് പുല്ലു പൊരിക്കടോ ഹൈറാടോ. പടുജാഹിലിട്ടൊരു വിഭാഗം ഉണ്ട്. അങ്ങനെ പിറവത്തെ പോവണ്ട മക്കളെ, ഉമ്മമാരെ. അങ്ങനെ കാസറ്റ് കേക്കണ്ട, അങ്ങനെ വഴുത് കേക്കണ്ട, അങ്ങനെ വഴുതിനെ പിറവത്തെ പോകണ്ട, തപ്പിപ്പോവും. അതുകൊണ്ട് വഴുത് കേൾക്കുമ്പോ സുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാരെ വഴുത് മാത്രം കേൾക്കണോ. പേരൂർ ഉസ്താദിനെ വഴുത് കേട്ടോ, വലിയ വലിയ പണ്ഡിതന്മാരെ വഴുത് കേട്ടോ. ആ വഴുത് കേട്ടിട്ട് മനസ്സിലാക്കണം എൻ്റെ മുഅ്മിനീങ്ങളെ,